ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കൊറിയൻ ക്രീം ചീസ് ബണ്ണിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നല്ല ഹോം മെയ്ഡ് ബണ്ണിലാണ് കേട്ടോ ഞാൻ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയെന്നിട്ടുള്ള ആ ഒരു വീഡിയോ ഇട്ട സമയത്ത് ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ട്, അത് എന്തിനാണ് കിട്ടിയെന്ന്. അപ്പോൾ കൊറിയൻ ക്രീം ചീസ് ബണ്ണിനാണ് ചെയ്തതെന്ന് പറഞ്ഞപ്പം കുറേ പേർക്ക് അത് എന്താന്ന് പോലും അറിയില്ല. അപ്പം ഞാനിവിടെ ഇന്ന് ബണ്ണിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒതൻറ്റിക് ബൺ റെസിപ്പി എന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം ഗ്ലൂട്ടൺ ഇതൊന്നും സാധാരണക്കാരായ നമ്മളെ വീട്ടിലൊന്നും ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പം സാധാരണ ഒരു റെസിപ്പി വെച്ചിട്ട് നമുക്ക് ഹോം മെയ്ഡായിട്ട് തന്നെ ബണ്ണ് ഉണ്ടാക്കാം. അത് ഞാൻ എയർ ഫ്രയറിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. പക്ഷേ ഞാൻ അതിന് ബുക്ക് ഓഫ് റെക്കോർഡിന് അറ്റൻഡ് ചെയ്തത് എയർ ഫ്രയറൊന്നും അല്ല കേട്ടോ, കാരണം അത്രയും വലിയ എയർ ഫ്രയറൊന്നും കണ്ടുപിടിച്ചിട്ടുണ്ടോയെന്ന് തന്നെ എനിക്കറിയില്ല. അത് ഞാൻ സാധാരണ ഇതുവരെ ഞാൻ യൂട്യൂബിൽ കേക്കിൻ്റെ ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ, ഒരു വലിയ ചെമ്പിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുത്ത് അങ്ങനെ തന്നെയാണ് കേട്ടോ ഞാൻ അതും ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഇളം ചൂട് വെള്ളത്തിലേക്ക് ഒരു അരക്കപ്പ് വെള്ളത്തിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റും 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറും പിന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് അതിലേക്ക് 2 കപ്പ് മൈദയും കൂടെ ചേർത്ത് നല്ലോണം കുഴച്ചെടുക്കണം. കുഴക്കുന്നത് കൈകൊണ്ട് കുഴക്കാട്ടോ. ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ ഡോ ഹൂക്ക് ഇട്ടിട്ട് സ്റ്റാൻഡ് മിക്സറിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഇത് ഇപ്പോഴും വർക്കിംഗ് ആണ് കേട്ടോ, വാങ്ങിയിട്ട് കുറേ വർഷമായി, ഇപ്പോഴും അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കൈകൊണ്ട് കുഴക്കുമ്പോൾ ഇങ്ങനെ ആയാലും 10-20 മിനിറ്റ് നന്നായിട്ട് കുഴച്ചെടുക്കണം, എന്നാലേ ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡോ കിട്ടും, എന്നാലേ ബണ്ണും അടിപൊളിയായി കിട്ടും. ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ട്രാൻസാട്ടൽ ബട്ടറാണ് അത്. റൂം ടെമ്പറേച്ചറിലുള്ളതാണെങ്കിൽ അങ്ങനെ തന്നെ ആഡ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മൾ സാധാരണ കുബൂസിനൊക്കെ കുഴക്കുന്നത് പോലെ ഡ്രൈ ആയിട്ടായിരിക്കില്ല ഈ ഡോ ഉണ്ടാവുക, കുറച്ച് സ്റ്റിക്കി ആയിരിക്കും. അപ്പോൾ നന്നായിട്ട് കൈകൊണ്ട് ഞാൻ അതിനുശേഷം കുറച്ച് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഡോ റെഡി ആകുമെന്ന് ഇങ്ങനെയാണ് നോക്കാട്ടോ. അപ്പോൾ ആ ഒരു ബ്രേക്കായി വരുന്നുണ്ടെങ്കിൽ റെഡി ആയിട്ടില്ല എന്നാണ്. അപ്പോൾ ഒന്നും കൂടെ നല്ലോണം കുഴച്ചെടുത്തത് ഇതുപോലെ ബ്രേക്കാണ്ട് ഇങ്ങനെ വലിച്ചെടുക്കുമ്പം നല്ലോണം ബ്രേക്കാണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഡോ പെർഫെക്റ്റായിട്ട് ആയി എന്നാണ് കേട്ടോ. എന്നാലേ നമ്മുടെ ബണ്ണും അല്ല ഇപ്പോൾ ബ്രെഡ് ആയാലും എന്തായാലും നമ്മൾ അതുപോലെ റെഡി ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ അടിപൊളിയായിട്ട് കിട്ടുള്ളൂ. ഇനിയിപ്പോൾ അത് നമുക്ക് ചെറിയ ചെറിയ പീസാക്കി എടുക്കാം. സൈസൊന്നും ഞാൻ നോക്കുന്നില്ല, ഇതിപ്പോൾ വീട്ടിലേക്ക് പിള്ളേർക്ക് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതല്ലേ. അപ്പം ജസ്റ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് ഇതുപോലെ റോൾ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ഒന്നെങ്കിൽ നമ്മുടെ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് ഇങ്ങനെ ഉരുട്ടി എടുക്കുക. ചെറുതായിട്ട് റൗണ്ട് കിട്ടുന്ന ആ ഒരു ഷേപ്പിൽ പ്രസ് ചെയ്യും വേണം, എന്നാലേ വേറെ നല്ല സോഫ്റ്റ് ആയിട്ട് ഷൈനിങ്ങോട് കൂടിയിട്ടുള്ള ഒരു ഇത് കിട്ടണമെങ്കിൽ അങ്ങനെ തന്നെ റോൾ ചെയ്തെടുക്കണ്ട. അല്ലെങ്കിൽ നമ്മുടെ കൈ ഇങ്ങനെ ഒരു കൈ ഇങ്ങനെ പരത്തി വെച്ചിട്ട് മറ്റേ കൈ കൊണ്ട് ഇങ്ങനെ റോൾ ചെയ്തെടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ബോൾ ചെയ്തെടുത്തിട്ട് ഞാനിത് പ്രൂഫാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഒരു 1/4 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ വെച്ചാൽ മതി കേട്ടോ. പിന്നെ ഓവർ പ്രൂഫാണ്ട് ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ പ്രൂഫായി വന്നു കഴിഞ്ഞാൽ എഗ് വാഷും അതുപോലെ കറുത്ത എള്ളാന്നിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നു. ഇപ്പോൾ എയർ ഫ്രയറിൽ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 180 ഡിഗ്രിയിൽ 20 മിനിറ്റ്, കാരണം ഞാനിതിൽ ആദ്യമായിട്ടാണ് ബൺ ചെയ്തെടുക്കുന്നത്, അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് എത്ര സമയം എടുക്കുന്നത് ഏകദേശം അറിയാത്തത് കൊണ്ട് 20 മിനിറ്റ് വെച്ചിനെങ്കിലും ഞാനൊരു 6 മിനിറ്റ് 7 മിനിറ്റ് കഴിയുമ്പോഴൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കി. അങ്ങനെ കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 8 മിനിറ്റ് കൊണ്ട് 150 എയർ ഫ്രയറിൽ ആകുന്നുണ്ട് കേട്ടോ. ഈ ഒരു കളറിലായി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ബണ്ണൊക്കെ റെഡിയായി അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റുള്ള അടിപൊളി ബണ്ണാണ് കേട്ടോ. നമുക്ക് വീട്ടിൽ തന്നെ ബണ്ണൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതിലെന്തും നമുക്ക് ചെയ്യാമല്ലോ. ചിക്കൻ മയോണൈസും ചിക്കനൊക്കെ വെച്ചിട്ട് ചിക്കൻ ബണ്ണാക്കുക, ബർഗറാക്കുക, എങ്ങനെ വേണമെങ്കിലും ചെയ്തേക്കാം. പ്രത്യേകിച്ച് എൻ്റെ മക്കൾ സ്കൂളിൽ പോകുമ്പോൾ ഓരോന്ന് കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടാണ് പോവുക. വൈകുന്നേരം വരുമ്പോഴത്തേക്ക് അതാക്കണം ഇതാക്കണം. പിന്നെ ക്രീം ചീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വീഡിയോയിൽ ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടി മാത്രം 2 ബണ്ണിൽ ഫില്ല് ചെയ്യുന്നതേ ഉള്ളൂ. വീട്ടിലാർക്കും ക്രീം ചീസിൻ്റെ ഫ്ലേവറൊന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിട്ടാ. അപ്പോൾ ക്രീം ചീസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഗാർലിക്കും കൊറിയാണ്ടറും ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. ചില്ലി ഫ്ലേക്സ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ നമ്മൾ ആ ചില്ലി ഉണ്ടല്ലോ റെഡ്, അത് ഞാൻ ജസ്റ്റ് കട്ട് ചെയ്തിട്ട് കൊടുത്തതാണ് കേട്ടോ. ഇനി നമ്മളെ ബണ്ണെടുക്കാം. അത് ആ ഒരു കട്ടിങ് ആണ് കേട്ടോ ഒരു കൊറിയൻ ക്രീം ചീസ് ബണ്ണിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇതുപോലെ 6 കീറ്റാക്കി ഇട്ട് കൊടുക്കണം. അതിൻ്റെ അകത്തേക്ക് ഈ ഫില്ലിങ് നമ്മൾ പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ബണ്ണ് ഞാൻ വെറുതെ ഒരു 4 ഹീറ്റാക്കി വെച്ചെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ പൊട്ടിച്ച എഗ് വാഷ് ചെയ്ത എഗ് ഉണ്ടല്ലോ, അതുണ്ടെങ്കിൽ അതെടുക്കാം, അല്ലെങ്കിൽ ഒരു എഗ് എടുക്കാം. അതിലേക്ക് കൊറിയാണ്ടർ ചോപ്പ് ചെയ്തതും ഗാർലിക് ചോപ്പ് ചെയ്തതും നമ്മുടെ ചില്ലി ഫ്ലേക്സും ഇട്ട് കൊടുക്കാം കേട്ടോ. അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് നമുക്ക് ഇതിൻ്റെ പുറത്തോട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് എയർ ഫ്രയറിൽ തന്നെ 150 ഒരു 3-4 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. എനിക്ക് 3 മിനിറ്റ് കൊണ്ട് തന്നെ അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കൊറിയൻ ക്രീം ചീസ് ഗാർലിക് ബൺ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഹോം മെയ്ഡ് ബണ്ണിൽ ചെയ്താണ്
അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൊതുവേ ഈ ഒരു പുളിയും എരിവൊക്കെ ഉള്ളത്. ചില്ലി ഫ്ലേക്സ് കുറച്ച് അധികം ഇട്ടിട്ടുണ്ടെങ്കിൽ അടിപൊളി എരിവും കൂടി ഉണ്ടാവും. അപ്പം സൂപ്പറാണ് കേട്ടോ. ഇത് നമുക്ക് സ്വീറ്റിലും ചെയ്താൽ കേട്ടോ. ക്രീം ചീസിൽ പഞ്ചസാര അല്ലെങ്കിൽ ഷുഗർ പൗഡറും കൂടി ഇട്ടിട്ടാണ് ക്രീം ചീസ് ബീറ്റ് ചെയ്തെടുക്കുന്നതെന്നുണ്ടെങ്കിൽ സ്വീറ്റ് ഫ്ലേവറിൽ ഇത് ചെയ്തെടുക്കാം. ഇവിടെ ഇപ്പോൾ സ്വീറ്റൊന്നും ആർക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. പിന്നെ ഇതിൽ ലാസ്റ്റ് ഞാൻ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിന് ട്രൈ ചെയ്ത ആ ഒരു ഐറ്റം ഉണ്ടല്ലോ, അത് ഞാൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോ. ഓൾറെഡി വീട്ടിൽ ബണ്ണ് വാങ്ങി വെച്ചതൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും വേറെ ബർഗർ പോലെ എന്തെങ്കിലും ആക്കി കഴിക്കുന്നെങ്കിൽ ഇതൊരു വെറൈറ്റി അല്ല, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ ഹോം മെയ്ഡായിട്ട് നമുക്ക് ചീസ് ഉണ്ടാക്കാൻ പറ്റും, അതും നമ്മൾ വാങ്ങണമെന്നൊന്നുമില്ല. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.